ചേർത്തലയിലെ മതഭീകരത തുറന്നുകാട്ടിയവർക്കെതിരെ കേസ്. ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച ചേർത്തല മെഹർ ഹോട്ടലിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെയാണ് നടപടി. ശ്രീകൃഷ്ണനെ മാംസാഹാരത്തിനൊപ്പം ചിത്രീകരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ മാർച്ച്. സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി SP അറിയിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, നമുക്കറിയാം വിഷുവിനോടനുബന്ധിച്ചാണ് ചേർത്തലയിലെ മെഹർ ഹോട്ടൽ ശ്രീകൃഷ്ണന്റെ ചിത്രം മാംസാഹാരത്തിന് മുമ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരണം നടത്തിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ഇപ്പോൾ ഈ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെയും ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. ചേർത്തലയിലെ മെഹർ ഹോട്ടലാണ് വിഷു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ വിഷുവിൻ്റെ ഉള്ള പരസ്യത്തിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം മാംസാഹാരത്തിനൊപ്പം ഉൾപ്പെടുത്തിയത്. ശ്രീകൃഷ്ണൻ മാംസാഹാരം കഴിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണം നടത്തിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഹൈന്ദവ വിശ്വാസികളിൽ നിന്ന് ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ഈ ഹോട്ടൽ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായി. പക്ഷേ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അങ്ങനെയല്ലേ സുധീഷ് ഗോപാൽ? അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ആരാണോ ഇതിനെതിരെ ആദ്യം പരാതി നൽകിയത്, ആ പരാതി നൽകിയ ആൾക്കെതിരെയും ഈ ഹോട്ടൽ ഉടമകൾക്കെതിരെ ചുമത്തിയ അതേ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അതായത് VNS 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ആരാണോ ഇത്തരത്തിൽ അവഹേളിക്കപ്പെട്ടത് അവർക്കെതിരെയും സമാന രീതിയിൽ കേസെടുത്താണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നതെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പോസ്റ്റിനെതിരെ വിമർശനം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിന് പുറമെയാണ് ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മറ്റും നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. അത് പോലീസിൻ്റെ അനുമതി ഇല്ലാതെയാണ് മാർച്ച് നടത്തിയതെന്നും അത് ഗതാഗത തടസ്സമുണ്ടാക്കി, മറ്റു മതസ്ഥർ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ അവഹേളിക്കപ്പെട്ടവരെ ഒരു തരത്തിൽ ശിക്ഷിച്ചുകൊണ്ട് ആരാണോ അത്തരത്തിലുള്ള പോസ്റ്റുകൾ തയ്യാറാക്കി പ്രചരിപ്പിച്ചത് അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കാരണം ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേ സാഹചര്യത്തിൽ കൂടുതൽ വകുപ്പുകൾ പ്രകാരം ഇതിനെതിരെ പ്രതികരിച്ചവർക്ക് എതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ പോലീസ് ഒരു നയം സ്വീകരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതേ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആര് പ്രതികരിച്ചാലും അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും നേരത്തെ മലബാർ മേഖലയിൽ വാട്സപ്പ് ഹർത്താൽ നടത്തിയ അതേ രീതിയിൽ അതിനോടെന്തായിരുന്നോ പോലീസിന്റെ സമീപനം, അതേ രീതിയിൽ ഈ വിഷയത്തിലും കേസെടുക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളതും. അത്തരത്തിൽ ഈ ഹൈന്ദവരെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസത്തെയും ശ്രീകൃഷ്ണ ഭഗവാനെയും എല്ലാം അവഹേളിച്ചവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു 192 മാത്രം ചുമത്തിക്കൊണ്ട് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു. മറ്റ് നിരവധി ഹൈന്ദവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. വിനോദ്, അതെ, വ്യക്തമാണ്. ചേർത്തലയിലെ മെഹർ ഹോട്ടൽ നടത്തിയ നടപടി പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണം നടത്തിയതിൻ്റെ പേരിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. ഇതേ തുടർന്ന് ആ ഹോട്ടലിലേക്ക് വലിയ നിലയിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള മതവിശ്വാസത്തെ ചവിട്ടിയരയ്ക്കുന്നതിന് സമാനമായ നിലയിൽ ഉള്ള കേസാണ് ഇത്. പ്രതിഷേധിച്ചവർക്ക് എതിരെയും ഇപ്പോൾ പോലീസ് കൈക്കൊള്ളുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.